ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അവിയലാണ്. അതിനുള്ള വെജിറ്റബിളൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ കാഴ്ച നമ്മൾ അരിയാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഇനി നമ്മൾ തന്നെ അരിയണം. ഇതിൻ്റെ അകത്ത് 2 ക്യാരറ്റ്, ഒരു 7 പയറ്, പിന്നെ 2 വാഴക്കായ് കൊണ്ട് ഒരു വഴുതനങ്ങ വരെയുണ്ട്. ഇത് മൊത്തം അരിയേണ്ടതാണ്. ഇത് മൊത്തം ഞാൻ ഒറ്റയ്ക്കാണ് അരിയാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒരു തരത്തിൽ വഴുതനങ്ങയും വാഴക്കായും ക്യാരറ്റും അരിഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള ഒരു വഴുതനങ്ങയും പയറുമാണ്. അപ്പോൾ നേരത്തെ ക്യാരറ്റും വാഴയ്ക്ക് അരിഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയായിരുന്നു, തൊലി കളഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ പയർ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് അരിയാൻ പോകുന്നത്. ഇത് പക്ഷേ ഒരു ഉണക്ക ക്യാരറ്റാണ്, കണ്ടതറിയാം. കണ്ടില്ലേ ഗായ്സ്, നമ്മളങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഒരു ചേനയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. ഓ, അടുത്ത് പോയി ഗായ്സ്. അങ്ങനെ നമ്മൾ അവിയലിനുള്ള തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി അത് എടുക്കണം. ചിരവയൊന്നുമില്ല ഗായ്സ്, അതുകൊണ്ട് തേങ്ങ നമ്മളിങ്ങനെയാണ് എടുത്തത്. പിന്നെ ഉള്ളി ഇനി എടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ ഇപ്പോൾ തൊലി കളയാൻ പോവാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാൻ പോകണം. നല്ല ഇളക്കി, പക്ഷെ കണ്ടിട്ടൊരു ലുക്കില്ലല്ലോ.